എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അതൊരു വലിയ ചോദ്യചിഹ്നമാണല്ലോ. കാരണം ഞാനും എൻ്റെ ബ്രദർ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ടീനേജിൽ നിൽക്കുന്ന 2 ആൾക്കാരെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വരെ ഒരു 18-20 വയസ്സ് വരെയൊക്കെ ഞാൻ ഉമ്മ തരുന്ന പൈസയും വാങ്ങിയിട്ടാണ് നമ്മളൊരു പോയിന്റിൽ ഭയങ്കരമായിട്ട് മാറേണ്ടിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഉമ്മേൻ്റെ സപ്പോർട്ട് കേട്ടോ, അത് ഭയങ്കരമായിരുന്നു. ഹായ് ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാൾ പെർസ്പെക്റ്റീവ്. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചില ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് പരിപാടി സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഞാൻ വിചാരിച്ചു ഷാമിലെ തന്നെ പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. ഈസ് മൈ ഫ്രണ്ട് ആൻഡ് എൻ്റെ കൊളീഗാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം ഷാമിൽ എൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് എഡ്യൂപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഷാമിൽ സാറിനെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഷാമിലിനെ അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് ഈവനിങ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഷാമിലോട് പറഞ്ഞു എൻ്റെ പോഡ്കാസ്റ്റ്. ഷാമിൽ ഇങ്ങനെ നമ്മുടെ ചാനൽ ഇനി ഹാൾ പെർസ്പെക്റ്റീവിൻ്റെ ഒരു വിനീതനായ സബ്സ്ക്രൈബറാണ്. അതുപോലെ തന്നെ നമ്മളെ പല വീഡിയോസും കണ്ട അഭിപ്രായം വരുന്ന കൂട്ടത്തിലാണ്. ചില ആളുകൾ പലരും നമ്മളൊരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ പല രീതിയിലായിരിക്കും ആളുകൾ അതിനെ കണക്കാക്കുക അല്ലേ? നോർമലി ഒരാൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കാര്യം എടുക്കാം, ഒരാൾ ഒരു റീൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക, എന്താ ചാനൽ തുടങ്ങുന്നത്, അതൊക്കെ രക്ഷപ്പെടുമോ, ഇതൊക്കെ ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ നല്ല പൈസ കിട്ടില്ലേ? നമ്മളെ പാഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞാൻ ശരിക്കും ഈ ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അത് ഞാനെന്നല്ല, ഏതൊരാളും അവൻ്റെ ലൈഫിൽ എന്തെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത കാര്യമൊന്നുമല്ല. അപ്പോൾ ശരിക്കും എന്നെ ഈ ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന രീതിയിലേക്ക് എത്തുന്നതിൽ സഹായിച്ച വലിയൊരു ഫാക്ടർ എഡ്യൂപോർട്ടുണ്ട്. ഒരു ഫാക്ടറാണ് ശരിക്കും. അതിലെനിക്ക് ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ അജാസ്ക, സിയാദ് രണ്ടുപേരോടും നന്ദി പറയുന്ന ആളുകൾ. കാരണം നമ്മളുടെ കുറവുകളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഇതാക്കിയത് നന്നായിരിക്കും. കാരണം അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ വളർന്നു വന്ന ഒരു സ്ഥലം വളരെയധികം സംഭവമുണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ എത്തിപ്പെട്ടില്ലായിരുന്നു ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ അധ്യാപന ജീവിതത്തിലേക്ക് അങ്ങ് പോയി അല്ലേ? അപ്പോൾ ശരിക്കും ഈ ഒരു ഓൺലൈൻ മേഖലയിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഷാമിൽ തോന്നിയൊരു ഫസ്റ്റ് ഒരു കാരണം ഒരു ഓൺലൈൻ ടീച്ചിങ്. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചിങ് അത് നമ്മളൊരു സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ എപ്പോഴും നമ്മളൊരു പാഷൻ, നമ്മുടെ മുമ്പിൽ ഒരു പാഷൻ ഉണ്ടാവും. ആ പാഷന് പുറകെയായിരിക്കും നമ്മൾ പോയി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ സമയത്ത് ഡിസൈഡ് ചെയ്തതാണ് നാട്ടിൽ നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജോബ് അത് ടീച്ചിങ് ആയിരിക്കും എന്നുള്ളത്. ആ ടീച്ചിങ് എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ച സമയത്ത് നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടിൽ ചെറിയ ചെറിയ ട്യൂഷൻ സെൻ്ററിൽ ക്ലാസ് എടുത്തുകൊണ്ട് വളർന്ന് ഇങ്ങനെ വരുന്നൊരു സമയമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചിങ്ങിൽ ഒരു വർഷം തികയുന്നതിൻ്റെ മുമ്പ് തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എഡ്യൂപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൈവിൽ ഇവർ വിശ്വസിച്ചതുകൊണ്ടാണ്. സോ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്താന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോയാലും എവിടെ പോയാലും സാറിന്റെ ക്ലാസ് കണ്ടിരുന്നു, അത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് കിട്ടിയാലും ഇല്ല, അത്രയും ഒരു സന്തോഷമാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് പലപ്പോഴും നാളെ ഫാമിലി പ്രോഗ്രാം, അപ്പോൾ വൈഫിൻ്റെ ഒക്കെ ഫാമിലിയിൽ പരിപാടിയൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ഒരാളുണ്ടോ. അപ്പോൾ വൈഫിനും എപ്പോഴും പറഞ്ഞില്ല, പിന്നെ പ്യാപ്പിളൊക്കെ എവിടെ പോയാലും ആരെങ്കിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയപ്പോൾ കിട്ടിയ അല്ലേ, ആൾക്കാർ എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ സന്തോഷമാണത്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും കൊറോണ എന്നൊരു സംഭവം ആളുകൾ പേടിപ്പിച്ചൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ടീച്ചിങ് കരിയർ, ഞാനിപ്പോൾ എൻ്റെ BEd കഴിഞ്ഞ് നേരെ ഇറങ്ങുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്കാണ്. അതായത് അന്ന് 2020 അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു. അതിലേക്ക് ഇറങ്ങി ശരിക്കും ഞാനൊക്കെ ഇനി മുന്നോട്ട് എന്തെന്ന് ആലോചിച്ചൊരു സമയമായിരുന്നു. ചോദിച്ചു. കാരണം ഫസ്റ്റ് എൻ്റെ സാലറി കേട്ട വെറും 8,000 രൂപക്കാണ് അന്ന് ഫസ്റ്റ് സാലറി. അന്ന് ഓളോവർ നോക്കുകയാണെങ്കിൽ വീട്ടിൽ നോർമലി നമ്മൾ ചെയ്തു നിൽക്കുന്ന ജോലികളൊക്കെ, അതായത് ഇപ്പം എൻ്റെ ബിസിനസ് പരിപാടികളൊക്കെ സ്റ്റക്ക് ആയി നിൽക്കുന്ന സമയത്ത്, കാരണം കൊറോണ ആകെ ഈ ഒരു വരുമാനം. അങ്ങനെ ഞങ്ങൾ മേലോട്ടൊക്കെ എങ്ങനെ, കാരണം ടീച്ചിങ്ങിനൊരു ഞാൻ മാത്രമല്ല ഏതൊരു പ്രൊഫഷണൽ ആളുകൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഒരു ടൈം ആയിരുന്നല്ലേ, വളരെ സ്ട്രഗ്ലിംഗ് ആയ ഒരു പീരീഡ്. പക്ഷെ ആ സമയത്താണ് ഇതിൻ്റെ ഒരു സാധ്യത ആളുകൾ തിരിച്ചറിയുന്നതും. അത് ഈ മേഖല മാത്രമല്ല, അപ്പോൾ ഈവൻ സിനിമ പോലും OTT എന്ന് പറയുന്ന മേഖല എത്തി. അങ്ങനെ ഡിജിറ്റൽ യുഗം കംപ്ലീറ്റ് ആളുകൾക്കിടയിലേക്ക് എത്തിയൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും. പിന്നെ ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഫാക്ടർ, നമ്മൾ ഓരോ മൊമെന്റിലും നമ്മൾ എങ്ങനെ ആയി തീരുന്നുള്ള ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ ശരിക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോലി ടീച്ചിങ് ആണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലി അവൻ പഠിച്ചു നേടിയ ജോലി ആയിരിക്കും നെവർ, ഒരിക്കലല്ല. അത് നമ്മളുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 90% വീഡിയോ കാണുന്ന ആൾക്കാർ ബോയ്സ് ആണെങ്കിൽ
കാറ്ററിംഗ് ആയിരിക്കും അല്ലേ? ഞാൻ കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്. ശരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ജോലി, പിന്നെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇന്റർലോക്കിന് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇന്റർലോക്ക് ഇതാക്കാൻ വേണ്ടി പോയി. ഞാൻ 2 ദിവസം 3 ദിവസം പോയിട്ട് വന്നു. പിന്നെ എനിക്ക് അത് കയ്യില്ല, ഭയങ്കര ഫാക്ടർ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് പിന്നെ സോഡ ഉണ്ടല്ലോ, സോഡ ഗ്യാസ് അവിടെ ഞാൻ കുറച്ച് ഏകദേശം 3-4 മാസമൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നെ +1 എത്തിയ സമയത്താണ് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് പോക്കറ്റ് മണി എന്നുള്ള രീതിയിലാണ് പോവുക. പക്ഷെ ഒരിക്കലും നമ്മളെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും നോക്കാത്തതുകൊണ്ടോ ഒരിക്കലും പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഫാമിലിയും ഉപ്പയുടെ ഫാമിലിയും ആദ്യത്താണ് ഞാനാണ്. അതിൻ്റെ എല്ലാ പ്രിവിലേജും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സമയത്ത് ഈവൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ BEdന് ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എങ്ങനെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അവരവസ്ഥ ഉണ്ടായിട്ടില്ല. അത് ചിലപ്പോൾ ഉണ്ടായിട്ടോ ഇല്ലാത്ത രണ്ടാമത്തെ കാര്യം. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ട എല്ലാ സപ്പോർട്ടും അവരെ ഭാഗത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട് കൊണ്ടൊന്നും അല്ല അവർ പുറമേ ജോലിക്ക് പോകുന്നത്. സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്കൊന്ന് ചെത്തിപ്പൊളിച്ച് നടക്കണം. അതിന് വേണ്ട ഒരു പോക്കറ്റ് മണി എന്ന കൺസെപ്റ്റിലാണ്. പിന്നെ അപ്പൊ എന്താണ് ഷാമിലിന്റെ ഫസ്റ്റ് ചെയ്ത ജോലി? ഞാൻ പറഞ്ഞല്ലോ, കാറ്ററിംഗ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പോലെ തന്നെ ഒരു 90% ആൾക്കാരെ പോലെ നമ്മൾ ആദ്യം ചെയ്തത് കാറ്ററിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു 300-350 രൂപയായിരിക്കും. പക്ഷെ അത് കിട്ടുമ്പോൾ വളരെ ഹാപ്പിനെസ് ഉണ്ട്. അതും അല്ലാതെ ശരിക്കും ഇപ്പോൾ എനിക്കിപ്പോഴും നമ്മൾ ആദ്യമായിട്ടൊരു പൈസ നമ്മൾ ഏൺ ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ നമുക്ക് പറയാം, അത് വല്ലാത്തൊരു അനുഭൂതി. ആ പണം കൊണ്ട് നമ്മളൊരു സാധനം വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ അമ്മേ നമ്മൾ ആരാടാ, ആ ഒരു വല്ലാത്തൊരു മൊമെന്റ് കിട്ടിയ ഒരു സമയം. പിന്നെ നമുക്ക് ഉപ്പയുടെ പരിപാടി ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂൾ ടൈമിലൊക്കെ അവരുടെ കൂടെ തന്നെ പോയി. പിന്നെ കുറേ കാലം ഞാൻ ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഫീൽഡ് പന്തൽ കെട്ടുക, പന്തലയിക്കുക, ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ലൈഫിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പോയൊരു മേഖലയാണ് എയർപോർട്ട് ഏവിയേഷൻ. അത് പഠിക്കാൻ ബാംഗ്ലൂർ ഞാൻ ശരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. ഞാൻ ഡിഗ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ സീനായിരുന്നു. ഞാൻ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഡിഗ്രി പഠിച്ച് പിന്നെ പേപ്പർ ബാക്ക് ഒക്കെ വന്നു. കാരണം കുറച്ച് 3rd year ഒക്കെ ആയപ്പോൾ കുറച്ച് കളി അധികമായി. സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ ആകെ ടെൻഷൻ. അതായത് ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല, കാരണം ഡിഗ്രിയിൽ അത് PG ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുക. ഞാനിപ്പോൾ എങ്ങനെ ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ബാക്കി എല്ലാ പരിപാടിയിലും നിൽക്കുക, ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വളരെ എൻ്റെ ഒരു നാട്ടിലെ നെയ്ബർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഒരു ഏവിയേഷൻ കോഴ്സ് ഉണ്ട്, പിന്നെ അത് ബാംഗ്ലൂരാണ്, 3 മാസത്തെ ക്രാഷ് കോഴ്സാണ്, ജോലി ഉറപ്പെന്നൊക്കെ പറഞ്ഞു. എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ പോയി അവിടെ, എനിക്ക് കോഴ്സ് കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വളരെ ഒരു ഇട്ടാവട്ട ഗ്രാമത്തിൽ ജീവിച്ച ഞാൻ, പിന്നെ കാരണം അത്രയും കാലം അതിൽ ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാല് 5 കിലോമീറ്റർ, അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. കാരണം ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എന്താ പറയാ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ പഠിച്ചത് പാലാഴി സ്കൂളാണ്, +2 വരെ തൊട്ടടുത്ത സ്കൂളാണ്. പിന്നെ ഡിഗ്രി പഠിച്ചത് ഗുരുവായൂരപ്പൻ കോളേജ്, എൻ്റെ വീട്ടിൽ നിന്ന് ആകെ 4 കിലോമീറ്റർ. BEd ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ 3.5 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജോലി, പിന്നെ എൻ്റെ കൊറോണ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എജുപോർട്ടിൽ ജോയിൻ ചെയ്തു. അറ്റ്ലാസ്റ്റ് എജുപോർട്ട് ഇപ്പോൾ 500 മീറ്റർ ആകല്ലേ. അതായത് അപ്പോൾ ആ എജുപോർട്ടിന് മാറ്റി നിർത്തുക. അത് ഇപ്പോൾ വന്നോ ആ മൊമെന്റിൽ നിൽക്കുക. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ ശരിക്കും എന്ത് ചെയ്തത്, ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, വലിയൊരു സിറ്റിയിലേക്ക് പോകുന്നത്. പിന്നെ ഒറ്റക്കുള്ള ജീവിതം, ഹോസ്റ്റൽ ലൈഫ്. അന്ന് എനിക്കൊരിക്കലും ഞാൻ ആ ഒരു ലൈഫിലേക്ക് എത്തിയത് ശരിക്കും എനിക്ക് ഹോം സിക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഒരിക്കലും ഞാൻ മാസത്തിൽ 4 വട്ടം വീട്ടിലേക്ക് വരും, എന്നിട്ട് ഉപ്പയുടെ പൈസ അങ്ങനെ തിരിച്ചു പോവാം. ഞാൻ ജോലിക്ക് പോയ ആളാണ്, ലാസ്റ്റ് നാട്ടിലേക്ക് വരും, ഉപ്പയുടെ പൈസ എന്ത് ചെയ്യും, വീണ്ടും ബാംഗ്ലൂർ പോകും. അപ്പം അങ്ങനെയൊക്കെ ഒരു പല സ്റ്റേജിലും നമ്മളിങ്ങനെ പോകും. പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഡിഗ്രി പേപ്പർ ക്ലിയർ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം മനസ്സിൽ വേഗം ഞാൻ ഇവിടേക്ക് വിളിച്ചു, നാട്ടിലേക്ക്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചു, എടാ നീ അവിടെ ഒരു BEdന്റെ സീറ്റ് നീ ഒന്ന് അന്വേഷിക്കണം, അതിൻ്റെ കിട്ടുന്ന പരിപാടികളൊക്കെ. അപ്പോൾ ഓൻ പറഞ്ഞു വലിയ പണിയൊന്നും ഇല്ലടാ, സെറ്റായി തരാമെന്ന് പറഞ്ഞു. ഓനവിടെ സീറ്റ് ഓക്കെ ആണെന്ന് ചോദിച്ചു, റെഡിയാക്കി ഫോമൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ അവിടെ റെസിഗ്നേഷൻ ഞാൻ ഇങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണി പോവാണ്, ഞാൻ അവിടെ നിന്ന് പോരുകയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പോന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം വിളിച്ചു നാഫിന. അവനൊന്ന് എൻ്റെ സീനിയറാണ്. അവനോട് ചോദിച്ചു, ഇല്ലടാ ഇങ്ങനെ ഞാൻ BEd എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഞാൻ പണ്ട് എൻ്റെ മനസ്സിൽ എന്താ പരിപാടി എടുക്കണോ, കാര്യമുണ്ടോ. അവൻ ചില ഉപദേശങ്ങളൊക്കെ ഒന്ന് തന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി. അതായത് സ്കൂൾ കയറാന്നുള്ള ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് ഒരു ടീച്ചർ BEd കഴിഞ്ഞ ഒരാൾക്ക് കറക്റ്റ് ആണ് അതിൻ്റെ ഒരു പ്രയാസം. എത്ര ആളുകൾ ഒരു വർഷം BEd കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ എത്ര പേര് സ്കൂളിൽ കയറുന്നുണ്ട്. ഇപ്പം ഗവൺമെന്റ് മേഖലയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറിയ എന്ത് ഇതാണ് എന്ത് ചെയ്യുന്നത്, പല
എന്താ പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് സെക്ടറിൽ അത്യാവശ്യം നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതും നല്ല പൈസ ഉള്ള ആൾക്കാർ സാലറിയാണ് ഇത് പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുക. അപ്പോൾ ശരിക്കും ടീച്ചേഴ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, നല്ല ഒരു മിഠായി പോലെ, അതായത് പുറമെ നോക്കുമ്പോൾ നല്ല വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ ആളുകളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന, ഭയങ്കര അതായത് സൊസൈറ്റിയിലും അവന്റെ ലൈഫ് ഫാമിലിയിലൊക്കെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ആ ടീച്ചേഴ്സ്. പക്ഷെ അവർക്കത് അവരുടെ ഒരു ബാക്ക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ പലർക്കും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ കടന്നു വന്ന ആളുകളാണ്. തീർച്ചയായിട്ടും. ഈ ഒരു ജോബിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഞാനും ഇതേപോലെ ഞാൻ പറഞ്ഞ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോയി. പിന്നെ +2 കഴിഞ്ഞപ്പോഴാണ് ഈ കിട്ടിയ പൈസ ഒന്നും പോരാ, ഇതൊന്നും മതിയാവില്ല, നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറണം, അതേപോലെ നമുക്ക് ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ +2 കഴിഞ്ഞ സമയത്തായിരിക്കും ഞാൻ പെയിന്റിങ്ങിനെ പണിക്ക് ആദ്യമായിട്ട് അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പണിയായിട്ട് അതായത് പെയിന്റിങ്ങിന് വേറെ ഒരു ഗുണമുണ്ട്. നേരത്തെ പറഞ്ഞില്ല ഇന്റർലോക്കിന്റെ പണിക്ക് പോകുമ്പോൾ അത് നമുക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പെയിന്റിങ് ആ റിസ്ക് ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ജനല പിടിച്ച് ഇങ്ങനെ ഒരു സിനിമയിൽ ദുൽഖർ പറയുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പെയിന്റ് ബ്രഷ് എടുത്ത് ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പൊ അത് വളരെ പലപ്പോഴും നമ്മളോടൊക്കെ മുതലാളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ജോബായിരുന്നു. കാരണം അത്യാവശ്യം നമുക്ക് നല്ലൊരു പൈസ കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മളൊക്കെ ഇങ്ങനെ പോയ സമയത്ത് എനിക്കൊന്ന് +2 കഴിയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. കോളേജ് ലൈഫ് എന്തായാലും നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമല്ലോ ഫുള്ള്. അപ്പോൾ അതിന് പോക്കറ്റ് മണി വളരെ അത്യാവശ്യമാണ്. ചില സമയത്തൊന്നും ചെറിയ പൈസ ഒന്നും നമുക്ക് തികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വലുത് വേണമെന്നുള്ള നിലയ്ക്ക് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് വരെ പണിക്ക് പോയ അവസ്ഥയുണ്ട്. അതായത് ചില ദിവസം നമുക്കൊരാഴ്ച ഓടിപ്പോകാൻ മിനിമം ഒരു 500-600 രൂപ വേണം പെട്രോൾ അടിക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ചില ആഴ്ചകളിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് അന്ന് പണിക്ക് പോയിട്ട് പിറ്റേന്ന് അയച്ചു കൊടുക്കും. അതൊക്കെ ഭയങ്കര രസമാട്ടോ. പണിക്ക് ക്ലാസ് കട്ട് ചെയ്യാന്നുള്ള എനിക്ക് പണ്ടേ പേടിയില്ല. ശരിക്കും എനിക്ക് സ്കൂളിൽ ഞാൻ +2 ഒന്നും ഒരിക്കലും കട്ട് ചെയ്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ +2 അറ്റൻഡൻസ് ഉള്ള ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. പക്ഷെ അത് കോളേജിൽ എത്തുമ്പോഴല്ലേ കുറച്ചുകൂടി ഒന്ന് ഈ ക്ലാസ് കട്ട് ചെയ്യുന്നത്. കോളേജിൽ എത്തുമ്പോൾ ഞാൻ ക്ലാസ്സിലേ പോയിട്ടില്ല. അതാണ് അവസ്ഥ. അത് നീ ഇപ്പോഴും 2 രീതിയിലാണ് എൻ്റെ കോളേജ് ലൈഫിനെ കാണും. ഒന്ന് കോളേജ് ലൈഫ്, അതായത് ഞാൻ A to Z ആൾക്കാരെ പരിചയപ്പെടുന്ന കോളേജിൽ എത്തിയതിനു ശേഷം. അത് ഒരു ഗവൺമെന്റ് കോളേജിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ആ ഒരു കോളേജ് ലൈഫ് നമ്മളുണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗുരുവായൂരപ്പൻ കോളേജിലൊക്കെ 3 വർഷം പഠിച്ചൊരു കുട്ടിക്ക് എവിടെ പോലും ജീവിക്കാം. കാരണം നമ്മൾ A to Z ആളുകളോട് പരിചയപ്പെടും, ഭയങ്കര കണക്ഷൻസ് കിട്ടും, അല്ലെ എങ്ങനെ ആളുകൾ പെരുമാറണം, പിന്നെ പല ടൈപ്പ് ആളുകൾ നമ്മൾ നോക്കാം. അത് ഭയങ്കര എക്സ്പ്ലോഷൻ. അതായത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു 4 കിലോമീറ്റർ സറൗണ്ടിങ്സിനാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ കുറെ ജൂനിയേഴ്സായി വന്ന ആളുകളുണ്ട്. അവര് ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ യുഗത്തിൽ ജീവിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു സാധനമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഹോർത്തൂസ് മലബാറിക്കസ് ഉണ്ടല്ലോ കോഴിക്കോട് നടന്നത്, അപ്പോൾ അതിൽ സലീം കുമാറിന് ചില സെഷൻസ് ഉണ്ടായിരുന്നു. അതിൽ സലീം കുമാർ തന്തവൈബിനെ പറ്റി പറഞ്ഞു, ഭയങ്കര വൈറലായിരുന്നു. സലീം കുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, എന്താണ് നിങ്ങൾ ഈ 2K കിഡ് എന്താണ് കൊണ്ടുവന്നത്? ഞങ്ങളുടെ 90s അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ആളുകൾ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഫോണ് കൊണ്ടുവന്ന് അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ കണ്ടത്? ഹൈ ഗൈസ്, ഇവിടെ നല്ല ബ്രോ, ഇവിടെ നല്ല എന്താണ് ഉണ്ടംപൊരി കിട്ടും. പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ഇൻഡെപ്ത് ആയിട്ട് നോക്കിയാൽ ചില പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് കേട്ടോ എന്താ തോന്നിയത് സലീം കുമാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ? അത് ശരിയാന്ന് തോന്നിയില്ലേ? ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഷ്വലി പറയുകയാണെങ്കിൽ അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവനാണെന്ന് പറയും. പക്ഷേ സത്യത്തിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണല്ലേ. നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മളെ പറ്റി അറിയാം. നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിപ്പോൾ മൊബൈലിനോട് പറയുന്നത് പോലെയാണ്. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ സലീം കുമാർ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ കുറച്ചുകൂടി മടിയന്മാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു 2K കിട്ടാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഞാൻ 90 കിട്ടാം. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഒരു ടീച്ചർ എന്ന രീതിയിൽ ഒരുപാട് കുട്ടികളെ കാണുന്നത്, എന്താണ് ആ ഒരു മൈൻഡ് സെറ്റ്? പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇവർക്ക് വീട്ടുകാരുടെ നിർബന്ധത്തിന് പഠിക്കുന്നത് പോലെയാണ് പലരും തോന്നല്. ഇവർക്ക് കുറച്ച് ഫോണിൽ കളിക്കണം, കുറച്ച് വൈബായിട്ട് നടക്കണം. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഒന്നും ഇവർ ആലോചിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്തൊരു ജോലി വേണം. ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പോകുന്ന സമയത്ത് +1 +2 ഒക്കെ ഓഫ്ലൈനുകളൊക്കെ പല സ്ഥലത്തും പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആഗ്രഹം എന്താണെന്നല്ലേ. ഇപ്പോഴും സത്യത്തിൽ അവർക്ക് അറിയില്ല ഞങ്ങൾ എന്താകണം അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ വലിയൊരു മാറ്റമുണ്ട്. ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താ അറിയോ, പിന്നെ അപ്പോൾ നമ്മളൊക്കെ പാരൻസിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഈ 18-20 വയസ്സാകുമ്പോഴത്തേക്കും അവർ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയ ആളുകൾക്ക് അവർ ബേസിക്കലി അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരിക്കും, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പം ലൈഫ് കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ പറഞ്ഞത് ഒരു മെജോറിറ്റി ആളുകളാണ് ഇപ്പോഴും ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യാൻ ഒരു മെജോറിറ്റി ആളുകളുടെ കാര്യം പറയാം. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഈസിനെസ്സിൽ അവർ പല കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കാം.
പക്ഷെ ലൈഫിലേക്ക് എത്തുമ്പോഴാണ് ലൈഫ് നമ്മൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമ്മുടെ ഏറ്റവും ചുറുചുറുക്കാണ് ആളുകൾക്ക് വേണ്ടത്. നമ്മൾ മമ്മൂട്ടിയെ പോലെ എന്ത് ചെയ്യണം, നിത്യ അസാന്തമായിട്ട് നമ്മൾ നിത്യയൗവനം നമ്മൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കേണ്ടി വരും. അത് ശരി. നമ്മൾ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ, ആ വേർഡ് തന്നെ യൂസ് ചെയ്യേണ്ടത്, ഔട്ട്ഡേറ്റഡ് ആയിട്ട്. പക്ഷേ ഞാൻ പറയാം, പ്രൈവറ്റ് ഫേമിൽ ഇപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫേമിലാണെങ്കിൽ, നിങ്ങൾ ഒരു 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 സ്വന്തമായി ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അവിടെ കൃത്യമായി വേണ്ട സാധനം അപ്ഡേറ്റ്, അതുപോലെ കൺസിസ്റ്റൻസി എന്നൊരു സാധനമുണ്ട്. നമ്മൾ എന്തൊരു സാധനം പുതുതായി തുടങ്ങുമ്പോൾ നമ്മളെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അതെന്താ അറിയോ, ഈ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ട്, ഒരൊന്നും ചെയ്യൂല, ഒരെന്ത് ചെയ്യും, ഒരുപാട് അഭിപ്രായം പറയും, അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ അത് അവരെ കുറ്റം പറയാറില്ല, അതൊരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അത് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊരു ഫാക്ടറാണ് ഈ ഒരു സാധനം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനെ അപ്പം തന്നെ അത് അത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരാൾ നമ്മളോട് ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റലി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്, പ്രസന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ ഇത് ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല കാണുക, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പബ്ലിക് സ്പേസിലേക്ക് ഒരു സാധനം പോകുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള സാധനമുണ്ട്, അത് ആൾക്കാർ പറയും, അത് അംഗീകരിക്കാൻ ഒരു ബാധ്യത സംഭവമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് പറയട്ടെ, ഇപ്പൊ ആൾക്കാർ എന്തിനും ഏതിനും ചാടിക്കേറി അഭിപ്രായം പറയുന്ന ഒരു സീക്വൻസ് കാണുന്നില്ലേ, എല്ലാത്തിനും അതിലേക്ക് ഏറ്റവും എത്തിച്ചൊരു സാധനം സോഷ്യൽ മീഡിയ. കാരണം അവിടെ ആരും ഒന്നും കാണുന്നില്ല, ഈ അഭിപ്രായം പറയുന്ന പോസ്റ്റ് ഇടുന്നു, നമ്മൾ കടന്നുറങ്ങും, അതിന്റെ എന്താണോ ഒന്നും നമ്മൾ അറിയുന്നില്ലോ. ഈ ഒരു അഭിപ്രായം നമ്മൾ നാലാളെ മുന്നിൽ പോയി പറയും, ആര് പറയും, വളരെ കുറച്ച്. തീർച്ചയായിട്ടും. ഇപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടി എന്താ അഭിപ്രായം? റിലേഷൻഷിപ്പ് പലപ്പോഴും നമ്മളെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് കേട്ടത്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ഒരുപാട് ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ടോക്സിക് എന്താ അങ്ങനെ തോന്നാൻ? ടോക്സിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോയ് ഓർ ഗേൾ, അപ്പോൾ ചിലപ്പോൾ ആ ബോയുടെ കാര്യത്തിൽ ആ ഗേള് ഭയങ്കരമായിട്ട് ഇടപെടും, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും ആ ഗേളിൻ്റെ കാര്യത്തിൽ ആ ബോയ് ഭയങ്കരമായിട്ട് ഇടപെടും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കായി പ്രശ്നമായി ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് അവസാനിക്കും. കറക്റ്റ് വേർഡ് പറയുകയാണെങ്കിൽ ഡിസ്പോസിബിൾ പ്രണയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു മീനിങ് കൊണ്ട് കേട്ടോ, ത്രോ ആൻഡ് യൂസ് ആൻഡ് ത്രോ. അത് നമുക്ക് പറയാൻ പറ്റും. അത് ശരിക്കും ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ഈ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാളുകളുടെ മൈൻഡ്, അത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ആളുകൾ കുറച്ചുകൂടി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ആളുകൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം. കാരണം നമ്മൾ ലൈഫ് നമ്മൾ ഈ പ്രണയിക്കുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തന്തവൈബായിട്ട് പറയാന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഞാനും ഫോർ എക്സാമ്പിൾ ഒരാൾ പ്രണയിച്ചു ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അതെപ്പോഴും നമുക്ക് ഇപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കുക എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും, ഞാൻ അവിടെ സമയം ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പാർട്ണറുടെ മൈൻഡ് മനസ്സിലാക്കാത്ത രീതിയിൽ. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു റിലേഷനിലാണ് കയറി, ആ റിലേഷനിലാണെങ്കിൽ ഇപ്പോൾ നീ നിന്റെ കാമുകിക്ക് മെസ്സേജ് അയക്കാം, എന്തെങ്കിലും മെസ്സേജ് അയക്കാം, ഹായ് സുഖമാണ്, കഴിച്ചോ, അതായത് അവരെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നീ കഴിക്കുള്ളൂ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ കല്യാണം കഴിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെ ഹാപ്പി ആക്കുന്ന കാര്യം മാത്രം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക അല്ല, തീർച്ചയായും അതിന് പുറമെ ഉണ്ടാവും, ഒരു സംഭവം അതിന് പുറമെ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഇവരിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, എന്റെ ഇത് നോക്കുന്നില്ല, എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. അത് സത്യം പറയാൻ അത് രണ്ടും സിറ്റുവേഷൻ അല്ലേ. പ്രണയം എന്നുള്ളത് വേറൊരു ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ടൈം, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതോടെ പ്രണയം അവസാനിക്കുക, പിന്നെ ജീവിതം തുടങ്ങുക, അങ്ങനെ പറയാൻ പറ്റുമോ? കല്യാണം കഴിയുന്നതോടെ കൂടി പ്രണയം അവസാനിക്കുന്നുണ്ട്. പ്രണയം അവസാനിക്കുന്നത് ശരിക്കും യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് വൈവാഹിക ജീവിതത്തിലാണ്. അപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പിന്നെ വൈവാഹിക ജീവിതം അടിപൊളിയാണ്. നമ്മളതില് വൈവാഹിക ജീവിതം അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടുന്നവര്, ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള നമ്മള് ലൈഫിന്റെ ഒരു പാർട്ടാണ്. എല്ലാ സമയത്തും നമുക്ക് ഒരേപോലെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കിട്ടില്ല. അത് നമുക്കൊരു സ്റ്റഡീസ് ടൈമിൽ ഒരു ജീവിതത്തിന്റെ പഠന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു ടീനേജ് ആകുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി അത് കൂടിക്കൊണ്ടേയിരിക്കും. അത് ജീവിതത്തിൽ എന്തൊക്കെ ഗതിഗതിയിലൂടെ നമുക്ക് പോകാനുണ്ട്, അതിന് ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തുക ചെയ്യുക. പക്ഷെ നമ്മൾ ഒരിക്കലും ആ സമയത്തിന് കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ പുല്ല് ഈ ഒരു സമയം അങ്ങനെ ഇങ്ങനെ ഈ സമയം കടന്നു പോകും. അതിന് ഏറ്റവും വലിയൊരു സംഭവം, ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പഴയ ഇന്റർവ്യൂ, സായികുമാറിന്റെ ഒരു ഇന്റർവ്യൂ, എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുന്നുള്ള ഇന്റർവ്യൂ. അപ്പം അന്ന് സായികുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ ഇപ്പൊ എന്ത് മലയാള സിനിമ എന്ത് ഇപ്പൊ നല്ല സിനിമ ഉണ്ടോ, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും സിനിമകളുണ്ടോ? അതൊക്കെ പണ്ടത്തെ സിനിമകളായിരുന്നു അങ്ങനത്തെ സിനിമകൾ. ഇന്നിപ്പോ എന്ത് ഇതേ ഡയലോഗ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോ എന്താ പറയുന്നത്, ഇന്നിപ്പോ ഓർത്താക്കാൻ സിനിമ ഉണ്ടോ? നമ്മൾ പണ്ട് പഴയ സിനിമകൾ അടിപൊളിയായിരുന്നു പറയാം. ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് കലാകാലം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ പറയും പണ്ടത്തെ സിനിമ, നമ്മൾ പറയും എന്താണ് മരക്കാർ അറബിക്കടൽ സിനിമ, നമ്മളത് പറയും. അത് കാലത്തെയും സമയത്തെയും പഴിചാരാന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ ഇരിക്കുന്ന ഇഷ്ടമാണോ?
ഒരുപാട് പക്ഷെ എനിക്ക് തീരെ വെറുതെ കഴിയില്ല. എനിക്ക് നമ്മളിപ്പം ഇവിടുന്ന് തന്നെ ശനിയോ ഞായറോ നമ്മൾ വീക്ക് ഓഫ് എടുക്കുകയാണെങ്കിൽ ചുമ്മാ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ ശരിക്കും ഒരു ചാനലൊക്കെ തുടങ്ങി. നമുക്ക് പറയാനുള്ള പണ്ട് ചില രാഷ്ട്രീയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ പ്രൊഫഷണൽ തിരക്കൊണ്ട് കാരണം കുറച്ച് ബാക്കായി പോയപ്പോൾ നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പെർസ്പെക്റ്റീവിലൂടെ പറയണമെന്നുള്ളൊരു തോട്ട്. ചാനൽ തുടങ്ങാനുള്ള കാരണം അതൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു ഒറ്റയടിക്ക് എനിക്ക് നാളെ തന്നെ ചാനൽ തുടങ്ങണം എന്നൊരു ആ ഇൻസിഡന്റ് വളരെ രസകരമായ സംഭവം. അപ്പോൾ ഇതേപോലെ ഞാൻ എച്ചുപോർട്ടിൽ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്പ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് നമ്മൾ മേലിന്ന് ഹയർ അതോറിറ്റി എന്ത് ചെയ്തു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നല്ല, അത് വീഡിയോ അൺലിസ്റ്റ് ചെയ്തു. ആ വീഡിയോ എന്തൊരു പ്രശ്നമുണ്ട്, അത് പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ. ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി എടുത്തൊരു വീഡിയോ. ചെറിയ കോൺട്രിബ്യൂഷ്യൽ വിഷയങ്ങളാണ് ആ സമയത്ത്, കുറച്ച് വിവാദപരമായ വിഷയങ്ങൾ. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അതായത് നമ്മൾ ഇത്രയും റിസർച്ച് അച്ചടിക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തോന്നി എനിക്കൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് അതിലൂടെ പറയാമല്ലോ, എനിക്ക് അതിലൂടെ കുഴപ്പമില്ല. പിറ്റേ ദിവസം ഞാൻ ആദ്യമായിട്ട് നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതിലൊരു അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു ആ വീഡിയോസ്. പിന്നെ എനിക്ക് തന്നെ തോന്നി അത്ര അഗ്രസീവ് ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. പിന്നെ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി അങ്ങനെ ആലോചിച്ച് ശരിയാണല്ലോ, അങ്ങനെ ഇതൊരു ചാനലാക്കി ചുമ്മാ വളരെ ഒരു കാഷ്വലായിട്ട് തുടങ്ങിയ പിന്നെ ഒരു പാഷൻ പോലെ എനിക്കത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു സക്സസ്ഫുൾ ചാനലാണോ എന്ന് ചോദിച്ചാൽ, എന്താ ഒരു ചാനൽ സക്സസ്ഫുൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ കാണുന്നത് അതിലൂടെയല്ല, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ സക്സസ്. ഞാനൊക്കെ ഇതിന്റെ ഒരു ഇഷ്ടപ്പെട്ട വ്യൂവർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടാണോ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്ന ഇഷ്ടപ്പെട്ടാണ്, പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല. നമ്മൾ ആഗ്രഹിച്ച ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അവർ ആഗ്രഹിച്ച ജോലിയിലേക്ക് ആയിരിക്കില്ല അവർ എത്തിയിട്ടുണ്ടാവുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഫാമിലിയിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വേറെ പല ജോലിക്കും പോകേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങളോ അത് വെച്ചിട്ടുള്ള ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേസിലൊക്കെ നമ്മൾ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്. ഫാമിലി മാത്രം സപ്പോർട്ട് എന്താ? ഏതാണ് ഒരു പിന്നെ ഫാമിലിയെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയൊരു മൊമെന്റ് എന്താ തോന്നുന്നത്? എൻ്റെ ഫാമിലിയെ പറ്റി, അതായത് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ മരിച്ചു പോയ സമയത്ത്, അതായത് ടീനേജിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അപ്പോൾ ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, ഉപ്പ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മരിച്ചേക്കുക. അപ്പോൾ ഉപ്പ ഒരു ഗൾഫ് പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്നു. ഉപ്പ നാട്ടിലായി. അപ്പോൾ കുറച്ച് കൃഷി കാര്യങ്ങൾ, റബ്ബർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നടക്കാനുള്ള രീതിയിൽ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഉപ്പ മരിച്ച സമയത്ത് പിന്നെ അതൊരു വലിയ ചോദ്യചിഹ്നമാണല്ലോ. കാരണം ഞാനും എൻ്റെ ബ്രദർ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ടീനേജിൽ നിൽക്കുന്ന 2 ആൾക്കാരെ ഒരു ഉമ്മ ഒറ്റയ്ക്ക് നോക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. ഞാനിപ്പോഴും ആലോചിക്കലുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉമ്മ അതൊരു ഫാമിലി മാനേജ് ചെയ്ത ആ ഒരു സിസ്റ്റം, ആ ഒരു സ്ട്രക്ചറൊക്കെ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വരെ ഒരു 18-20 വയസ്സ് വരെയൊക്കെ ഞാൻ ഉമ്മ തരുന്ന പൈസയും വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നത്. പിന്നെ നമുക്കൊരു ജോലിയിലേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ലതുപോലെ പഠിക്കുമായിരുന്നു. നല്ലതുപോലെ പഠിച്ച് നല്ലൊരു പ്രൊഫഷനിൽ എത്തണം എന്നുള്ളതിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ നല്ലൊരു രീതിയിൽ അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി നമ്മൾ നല്ലൊരു രീതിയിലെത്തി. പക്ഷെ അവിടെയൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു പോയിന്റിൽ ഭയങ്കരമായിട്ട് മാറേണ്ടിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മേൻ്റെ സപ്പോർട്ട് കേട്ടോ അത് ഭയങ്കരമായിരുന്നു. ഉമ്മ തന്നിട്ടുള്ള ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അതിൽ ഉപദേശങ്ങളോ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് സത്യത്തിൽ ഇവിടെ വരെ നല്ല രീതിയിൽ എത്തിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഒരു സമയത്തൊക്കെ, അതായത് ടീനേജ് ആണല്ലോ, 2 ആൺമക്കളാണ്, വഴി തെറ്റിപ്പോവാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതായത് ഒരു നാഥനില്ലാത്ത, ശരിക്കും പറയും നമ്മളൊരു 21 വയസ്സ് വരെ കുഴപ്പമില്ലാതെ അവൻ രക്ഷപ്പെട്ടു. അതെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു റോൾ മോഡൽ, ഞാൻ ഉമ്മയായിട്ട് വെറുതെ ഇങ്ങനെ കുറേ കശപിശകൾ കച്ചറൊക്കെ ഉണ്ടാകും. പക്ഷേ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഉമ്മയാണ് നമ്മളെ ഇതുവരെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവരുടെ ചില മാനേജിങ് സ്കില്ലുണ്ട്. നമുക്ക് എത്ര പൈസ നമ്മൾ സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു മാസം ഒരു 2000-3000 അവരെ കൈ കൊടുത്താൽ ചിലപ്പോൾ ആ മാസം മൊത്തം പരിപാടി അവർ സെറ്റ് ചെയ്യും. അതൊക്കെ ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഒരു പൈസ ഉമ്മൻ്റെ കൊണ്ട് കൊടുക്കുമ്പോൾ പൈസ ഇവിടെ വെച്ചിട്ടുണ്ടോ, അപ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒരു കാലത്ത് അവർ നമ്മളെ വളരെ അടിപൊളിയായിട്ട് നോക്കി ഇത്ര വരെ എത്തിച്ചു. ഇപ്പോൾ നമ്മൾക്ക് അവരെ തിരിച്ചത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ മരണം ഭയങ്കര സംഭവമാണ്. അപ്പോൾ ശരിക്കും പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ ചില പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ പിന്നെ നമുക്കുണ്ടാകുന്നൊരു സംഭവമുണ്ട്.
ഇപ്പോൾ എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു മരണം എൻ്റെ ഉമ്മയുടെ മരണം. കാരണം അങ്ങനെ അസുഖങ്ങൾ എന്നാൽ പ്രായം ഉണ്ടെങ്കിൽ പോലും അസുഖങ്ങളൊന്നുമില്ല. അത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ വിളിച്ചു പറയാണ് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ മരിച്ചില്ല. അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അത് അങ്ങനെ. അപ്പോൾ പലരും ചോദിക്കും എന്താ മുഖത്ത് വിഷമോ. അന്ന് ഞാൻ വല്ലാണ്ട് കാര്യങ്ങളൊക്കെ, കാരണം ആ മൊമെന്റ് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഇപ്പോഴും അവിടെ ഉണ്ട് വീട്ടിൽ, നമ്മൾ കാണുന്നില്ല, നമ്മൾ അവിടെ പോകുമ്പോൾ കാണാം. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ആ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചില ആളുകൾ ഈ മരണം ഭയങ്കര സാധനം നമ്മളത് മറക്കും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും വിചാരിക്കും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കൊടുക്കുക. പക്ഷെ നമ്മൾ ഓരോ മൊമെന്റിൽ നമ്മൾ അറിയില്ലല്ലോ നാളെ നമ്മൾ ഇവർ വിട്ടുപോകും. ഭയങ്കര സംഭവം. നമുക്ക് ഈ മരണം ശരിക്കും മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കാൻ ഈ മരണത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി ശരിക്കും. കാരണം ഇത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ശത്രുതകളും അല്ലെങ്കിൽ പല മെന്റാലിറ്റി ജീവിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഈ മണ്ണിനടിയിലേക്ക് പോകും. നമ്മള് കുറച്ച് തന്തവായി പോയി ഡിസ്കഷനിലേക്ക് പോയി. യെസ്, ബാക്ക് ടു നമ്മുടെ ടോപ്പിക്. പിന്നെ ഇതുപോലെ നമ്മൾ ഈ ടീനേജിന്റെ കാര്യം പറഞ്ഞാൽ ഡ്രഗ്സ്. പക്ഷേ ടീനേജ് ആയ കുട്ടികൾക്കിടയിലേക്ക് വൻതോതിൽ ഈ ഒരു ഡ്രഗ് യൂസ് ഉണ്ട്. അത് മദ്യം മാത്രമല്ല, ഈ മദ്യമൊക്കെ എനിക്ക് തോന്നുന്നു അതിൽ കുറവാണ്. കഞ്ചാവ്, കൊക്കൈൻ, അങ്ങനെ ഒരുപാട് പേരുകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പോലും അറിയാത്ത പരിപാടികളുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ, നമ്മളൊരു ഐഡന്റിറ്റി എന്ന സാധനമുണ്ട്. ഇപ്പോൾ നിന്റെ പാരന്റ് നിന്നെ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി വിടാം, പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി വിടാം. പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി വിടുമ്പോഴായിരിക്കും നീ ആ ഫ്രീഡം എന്താ, കാരണം ഇവിടെ എന്നെ നോക്കാൻ ആരുമില്ല, വൈകുന്നേരം വീട്ടിലേക്ക് കയറാൻ ആരുമില്ല, വിളിച്ചു നോക്കാൻ ആ ഒരു സ്വാതന്ത്ര്യത്തിലായിരിക്കും നമ്മൾ പലതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിൾ വലുതാക്കണമെന്ന് തോന്നുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പനിയിൽ പെടുക. അതായത് ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം മാത്രം എന്റെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ലാതെ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായിട്ട് അവരെന്നെ കാണും, അവരെന്നെ കൂട്ടത്ത് കൂട്ടില് ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ആൾക്കാരുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ അത് സിഗരറ്റ് ആയിക്കോട്ടെ, മറ്റേ സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇതിപ്പോൾ ആര് കണ്ടാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവര് ടൂർ പോണ സമയത്തും ഇവർ പോണ സമയത്ത് ഇവർ എന്നെ വിളിക്കാതെ, അത് എന്നെ ഒരാളെ ഒഴിവാക്കിയാൽ അവർക്ക് ഹാപ്പി ആയിട്ട്. അങ്ങനെ എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ എന്ത് ചെയ്യുന്നത് മിസ്സായി. പക്ഷെ അതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അതിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഐഡന്റിറ്റി എന്നൊരു സാധനം ഉണ്ട്, അതെപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മളൊരു ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ഭയങ്കര സാധനം. അത് നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ മനുഷ്യന്മാരാണ് ചെറിയ ചെറിയ ബിഹേവിയറിൽ മാറ്റമുണ്ട്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ എന്ത് ചെയ്യരുത്, എവിടെ നമ്മൾ പണയം വെക്കരുത് പറയും. പറഞ്ഞു നമ്മൾ കുറെ സംസാരിച്ചില്ല. എന്തൊക്കെ സംസാരിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് സമയം എടുത്തു എനിക്ക് തോന്നി അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്നു ഇനിയും വരണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ ഡിസ്കഷൻ നടത്തുമ്പോൾ ഇടാം. തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നു, സൊല്യൂഷൻ കണ്ടെത്തുന്നു. സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ലാന്ന് പറയാം. നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ രണ്ട് മനുഷ്യന്മാർ സംസാരിച്ച ഒരു കാര്യത്തിൽ എത്തുന്നതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിലേറ്റവും വലിയൊരു കാര്യം എന്താ പറയുക, നമ്മൾ ഈ ചിരിയുടെ കാര്യം പറയും. നമുക്ക് എപ്പോഴും ചിരിക്കാൻ എപ്പോഴാണ് നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ. നമ്മളൊരു സിനിമ കണ്ട് ചിരിക്കുന്നതിന് എത്രയോ അടിപൊളിയായിരിക്കും നമ്മളെ ഫ്രണ്ട്സ് 3-4 പേര് എന്താണ് കൂടിയിരുന്ന്. അത് ചിലപ്പോൾ അവർ നമ്മളെ തിന്നും, അവരെ തിന്നും, ഊക്കൊക്കെ ചെയ്യും. പക്ഷെ അതിൽ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന ആളാണ്. അപ്പൊ ഞാനൊക്കെ എന്തൊക്കെയോ ആളുകൾ പറയും, പക്ഷെ മനസ്സിൽ ഞാനൊരു സാധനം വെക്കാറില്ല. പറഞ്ഞവിടെ തീർന്നു. ഈ മറവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര അനുഗ്രഹം. അപ്പൊ ഞാനൊക്കെ പലപ്പോഴും ഈ ഞാൻ കണ്ട ഏറ്റവും വലിയ സാധനം ഈ ഇനി അത് ജനറേഷൻ ആവില്ലേക്കും, സ്ത്രീകള് ഭയങ്കര ഓർമ്മശക്തിയാണ്. ഇവര് പല കാര്യം മറക്കൂല. അനുഭവം കൊണ്ട് ഇവര് ചിലപ്പോ 2-3 കൊല്ലം മുന്നേ പറഞ്ഞൊക്കെ വരെ ഓർമ്മയിലുണ്ടാവും. എനിക്കൊക്കെ ഇന്നലെ പറഞ്ഞ ചിലപ്പോൾ ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ മൊമെന്റിൽ ചിലപ്പോൾ പലതും അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ തമാശ പറഞ്ഞായിരിക്കും. ചിലപ്പോൾ തമാശയൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചില തമാശകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ഹേർട്ടാവും. പക്ഷെ അത് നമുക്കും ഹേർട്ടാവും. നമ്മൾ തമാശ പരസ്പരം അത് മറക്കൂല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു പരിപാടി ആളുകൾ ഇന്റർവ്യൂസ് കാണിക്കും. കാരണം പേഴ്സണാലിറ്റിയെ പറ്റി ആളുകളെ പറ്റി അറിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇന്റർവ്യൂവിൽ ഒന്നാണ് പിന്നെ JB ജംഗ്ഷൻ. അപ്പോൾ ഇതിപ്പോൾ നിന്നുപോയി, അത് വളരെ കുറവാണ്. അതിൽ മഹേഷ് നാരായണൻ്റെ ഒരു ഇന്റർവ്യൂ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിന്. ഔട്ട് ഓഫ് ഫോക്കസ് ശരിക്കും മീഡിയ വണ്ണ് സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതിപ്പോൾ എല്ലാ ചാനലും അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു സമയം എടുത്തിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഡിസ്കഷനാണ്.
അപ്പോൾ പല കാര്യങ്ങളെ പറ്റി അറിയാൻ സാധിക്കും, പല കാര്യങ്ങളെ പറ്റി പല പല പെർസ്പെക്റ്റീവില്ല ആദ്യമായിട്ട് പഠിക്കുന്നത് ചിലപ്പോൾ പലതും അവിടെ നിന്നായിരിക്കും. കാരണം ഇപ്പൊ ഞാനൊരു കാര്യത്തെ വീക്ഷിക്കുന്നവരായിരിക്കും നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണേ. കാരണം ഞാൻ പറഞ്ഞ മാത്രം ശരി, എന്റെ പെർസ്പെക്റ്റീവ് മാത്രം ശരി എന്ന് പറയാൻ ഞാൻ എപ്പോഴും പറയുന്നത് ദിസ് ഇസ് ത്രൂ എന്താണ് മൈ തോട്ട്സ് ഞാൻ പറയാം. എന്റെ ചിന്തയിലൂടെ വരുന്ന കാര്യങ്ങളാണ്, അത് ശരിയോ തെറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് അവിടെ നിന്നുണ്ട് ആ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല വേറെ ഒരാൾ കാണാം. അപ്പൊ നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോഴും മാനിക്കണം എല്ലാവരുടെയും. സോ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ഗസ്റ്റുമായിട്ട് ഒരു കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു ഫസ്റ്റ് സെഷൻ അല്ലേ, എനിക്കും അതുപോലെ തന്നെ ഷാമിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും ഓർമ്മയില്ല, നമ്മൾ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്നതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോസും അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.